ഇത് ആരാണ് എന്താണ് എന്നുള്ളതിൽ അവ്യക്തത തുടരുന്നു. പോലീസിന്റെ അന്വേഷണ സംഘം അവിടെ എത്തി പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ അഞ്ജന? ഉമേബാൻ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അഞ്ജന, ഇപ്പോൾ പോലീസ് സംഘം അവിടെ എത്തി 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വലിയ പൊട്ടിത്തെറിയാണ് നടന്നത്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതെന്താണ് അഞ്ജന? പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ട്, അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സംസാരിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായ ഒരു സംസാരം അവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർ ഔദ്യോഗികമായി ഒന്നും തന്നെ ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. ഈ ഒത്തുകൂടിയ ആളുകളൊക്കെ അതിൽ പലരും പ്രകോപിതരാകുന്നുണ്ട്, ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അവരെയൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കുന്ന തിരക്കിലാണ് പോലീസ്. ചേട്ടാ, ഇവിടെയാണോ വീട്? ഞാൻ ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരെയാണ്. സൗണ്ട് കേട്ടിട്ട് വന്നതാണ്. 1/2 കിലോമീറ്റർ ദൂരേക്ക് പോലും വലിയ ആ ജനൽ വരെ പ്രകമ്പനം കൊണ്ടിരിക്കുന്നു, അത്രയും സൗണ്ടാണ്. അന്നേരം ഞങ്ങൾക്ക് ഇവിടെ എൻ്റെ ശരിക്കും വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അന്നേരം ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇത് ആർക്കും അറിയില്ല, നാട്ടിലെ ഒരാൾക്കും അറിയില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ മൊത്തം ഒരു ദുരൂഹതയാണ്. കാരണം ആര് താമസിക്കുന്നു, എന്താണ് ഇവർ ചെയ്യുന്നതെന്നും ആർക്കും അറിയില്ല. ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതിപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അധിക സമയം ഈ ഏരിയയിൽ ഉണ്ടാവുന്ന, അന്നേരം പടകത്തിൻ്റെ ഒന്നും പരിപാടി ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ എവിടെ ഇല്ല. അന്നേരം ഒന്നും അറിയില്ല. അന്നേരം ഇപ്പോൾ ഞാനിങ്ങനെ ഈ സ്ഫോടന സൗണ്ട് കേട്ടിട്ട് ഇപ്പോൾ വന്നതാണ്. അന്നേരം ഇവിടെ എത്തിപ്പെട്ട് അന്നേരം വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. വന്നപ്പോഴേക്കും ആളുകളെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മാറ്റിയിരിക്കുന്നു. ഏതായാലും അത്തരത്തിലാണ്, അല്ലാത്തൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളോടൊക്കെ തന്നെയും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്, എന്തായിരുന്നു അവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ആർക്കും അറിയില്ല. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഒപ്പം ചേരുന്നുണ്ട്. അനധികൃതമാണോ അതോ? പൂർണ്ണമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് അനധികൃതമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? നമുക്ക് പൂർണ്ണമായ വിവരം നമുക്ക് കിട്ടില്ല. വാടകയ്ക്ക് കൊടുത്തതാണെന്നുള്ളതും അവിടെ താമസിക്കുന്നത് മാത്രം വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. കേവലം ഒരു ഇങ്ങനെ എടുക്കുന്ന ഒരു അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ചെറിയൊരു പടകം പൊട്ടിയാലോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വലിയ രീതിയിലേക്കുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അതായത് ഇതുവരെ നമ്മൾ അറിയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ വന്നിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം പ്രവർത്തിക്കുന്നതോ ഇങ്ങനെ സ്ഥാപനം പ്രവർത്തിക്കുന്നതോ പഞ്ചായത്തിന് ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തുകയോ പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇത്തരം തിരക്കുള്ള സ്ഥലത്ത് ആരും ഒരുപക്ഷെ അയൽവാസികൾ പോലും അനുവദിക്കില്ല. കാരണം അങ്ങനെ അറിഞ്ഞ ഒരു കാരണം വെച്ചാൽ ഒരിക്കൽ പോലും ആരോ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലേക്കുള്ള പല നിർമ്മാണ യൂണിറ്റിന് സ്വാഭാവികമായിട്ടും ലൈസൻസ് ഉള്ളവരാണെന്ന് പറയുന്നു, നിർമ്മിക്കുന്നത് പുറത്താണെന്നും പറയുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? പക്ഷേ നമുക്ക് ലൈസൻസ് ഒരിക്കലും നമുക്ക് ഒറ്റ